ലുധിയാനയിലെ മരുമകളെ കൊന്ന് ചാക്കിക്കെട്ടി വേസ്റ്റിലൂടെ തള്ളി. പ്രതിയായി അറസ്റ്റ് ചെയ്തത് ഫാദർ ലോയ്, മദർ ലോയ്. ഈ സംഭവം കഴിഞ്ഞ ബുധനാഴ്ചയാണ് നടന്നത്. ഫാദർ ലോയും മദർ ലോയും ഒപ്പം ലക്നൗക്കാരിയായ രേഷ്മ എന്ന മരുമകളും താമസമുണ്ട്. ഭർത്താവ് വിദേശത്താണെന്ന് തോന്നുന്നു. ഭർത്താവ് സ്ഥലത്തില്ല. മരുമകള് വീട്ടിലെ അമ്മായിപ്പനും അമ്മായിമ്മയുടെ ഒപ്പം താമസിക്കുമ്പോൾ രാത്രി ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്നിറങ്ങി പല സ്ഥലത്തും സഞ്ചരിക്കും. വളരെ ലേറ്റായിട്ടാണ് മടങ്ങി വരുന്നത്. അഭിമാനിയായ ഫാദർ ലോ കൃഷ്ണനും മദർ ലോ ദുലാരിക്കും വലിയ ആക്ഷേപമായി. ഇത് അവർക്ക് വളരെ അപ്സെറ്റായി. അന്തസ്സായിരിക്കുന്ന ഒരു വീട്ടിലെ അംഗമായ മരുമകൾ ഭർത്താവ് സ്ഥലത്തില്ലാത്ത സമയത്ത് പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ അവിടുത്തെ പഴയ കുടുംബക്കാർ ഇത് അംഗീകരിക്കത്തില്ല. പക്ഷേ രേഷ്മ, 30 വയസ്സുള്ള രേഷ്മ ബൈക്കുമായിട്ട് കറങ്ങി നടക്കും രാത്രിയിൽ. അടുത്ത കാലത്ത് കേരളത്തിൽ അതുപോലെ സംഭവത്തിൽ ഒരു മർഡർ നമ്മൾ കണ്ടു. കുടുംബക്കാർക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല. സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും വിവാഹം കഴിച്ചൊരു വീട്ടിൽ വന്നിരിക്കുന്ന മരുമകൾ രാത്രി സഞ്ചാരം ചെയ്യുന്നത് അവർക്ക് മാനഹാനിയാണ്, അംഗീകരിക്കാൻ കഴിയില്ല. അതുതന്നെയാണ് ലുധിയാനയിൽ ഉണ്ടായത്. കൃഷ്ണൻ എന്ന ഫാദർ ലോ, ദുലാരി എന്ന മദർ ലോ, അവർ പല പ്രാവശ്യം ഇവരുമായിട്ട് സംസാരിച്ച് അതിൽ നിന്ന് പിന്മാറ്റാൻ നോക്കി. അത് വിലക്കി, ഇനി പോകരുത്, ഞങ്ങൾക്ക് അഭിമാനക്ഷതമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, നാട്ടുകാർ മുഴുവൻ മോശമായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇതൊന്നും വകവെക്കാതെ വീണ്ടും അവർ രാത്രി സഞ്ചാരം തുടങ്ങി. കയറിട്ട് കുരുക്കി അമ്മായിപ്പനും അമ്മായിമ്മയും മരുമകളെ കൊന്നു. അതിനുശേഷം ഒരു ചാക്കിനകത്താക്കി. അവരുടെ ബന്ധുക്കളായിരിക്കാം. അത് അവിടെ വേസ്റ്റ് തള്ളുന്നിടത്ത് കൊണ്ട് ഇടാനായിട്ട് കൊടുത്തു വിട്ടു. 2 പേര് ബൈക്കിൽ ഈ വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഈ ചാക്കുകെട്ടുമായി അവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പം അതിലെ പരിസരവാസികൾക്ക് ഇത്രയും വലിയൊരു കെട്ട് വന്ന് വീണതിൽ സംശയം തോന്നി. അവർ പലരും ഇവരുടെ അടുത്ത് വന്നു. ഇവർ ബൈക്കിലാണ് വന്നത്. ഈ ചാക്കിനകത്ത് എന്താണെന്ന് ചോദിച്ചു. അതിൽ ഒരാളപ്പം പറഞ്ഞു, അത് നിറയെ മാങ്ങാപ്പഴമാണ്, ചീഞ്ഞഴിഞ്ഞ മാങ്ങാപ്പഴമാണ്. അവർക്ക് സംശയമായി. മറ്റേയാളെ മാറ്റി നിർത്തി ചോദിച്ചു. അന്നേരം പറഞ്ഞ് മാങ്ങാപ്പഴം എന്ന് അവൻ ചുമ്മാ പറഞ്ഞതാണ്, ഇതിനകത്തൊരു പട്ടിയാണ്, ഒരു പട്ടി ചത്തതാണെന്ന്. അതോടുകൂടി നാട്ടുകാർക്ക് സംശയമായി. അവരെ വീണ്ടും ചോദ്യം ചെയ്ത് പോലീസിനെ വരുത്തി. പോലീസ് വന്നപ്പം ആ ചാക്കുകെട്ട്, വേസ്റ്റ് തള്ളിയ ചാക്കുകെട്ട് അഴിച്ചു നോക്കി. അവിടെ രേഷ്മ എന്ന സ്ത്രീയെ കണ്ടു. അവരുടെ മൂക്കിക്കൂടെയും ചെവിക്കൂടെയൊക്കെ രക്തമൊലിക്കുന്നുണ്ട്. എങ്ങനെ കൊന്നു എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ നമുക്കറിയാൻ ഒക്കുള്ളൂ. അപ്പോഴും ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മരണപ്പെട്ടിരിക്കുന്നു. ഈ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആരാണ് ഈ വേസ്റ്റ് കൊടുത്തു വിട്ടത് അവർക്ക് അത്ര വ്യക്തതയില്ല. പക്ഷെ അവർ ആ ബൈക്ക്, ആ കൊടുത്തു വിട്ട ആളുടെ ബൈക്കാണ്. അതുകൊണ്ട് ബൈക്ക് പോലീസ് കസ്റ്റഡി എടുത്തു. രജിസ്റ്റേർഡ് ഓണറെ പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. പ്രതികളിലേക്ക് തീർച്ചയായിട്ടും എത്തും എന്ന് ഞാൻ കരുതുന്നു. കാരണം ആ വേസ്റ്റുമായിട്ട് വന്നവർക്ക് ഇതിനകത്ത് കൊലപാതകത്തിൽ പങ്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. കാരണം അവരെ ഇത് തന്നയച്ചതാണ്, ആ തന്നയച്ച ആളിൻ്റെ ബൈക്കാണ് ഞങ്ങൾക്ക് തന്നത് കൊണ്ടുപോയി കളയാൻ. അതോടുകൂടി അവർ നിരപരാധികളാണെന്ന് പോലീസിന് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. യഥാർത്ഥത്തിൽ ബൈക്കിൻ്റെ ഉടമ അവരുടെ ബന്ധുവായിരിക്കണം. അതിലേക്ക് പോലീസ് അന്വേഷണം നീട്ടി. ജോയിൻറ്റ് കമ്മീഷണർ അവിടെയുണ്ട്, രൂപീന്ദ്ര സിംഗ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കേസിൻ്റെ അന്വേഷണം നടക്കുന്നത്. ലുധിയാനയിലെ വലിയ ടൗൺഷിപ്പ് ആയതുകൊണ്ട് അവിടെ ഓരോ ടൗൺഷിപ്പിനും ഓരോ പോലീസ് സ്റ്റേഷനുണ്ട്. അവിടെ ഡിവിഷൻ നമ്പർ 8 പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ അമർജിത് സിംഗ് ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതിനകത്ത് പ്രതികളെ ആരെയും കൊന്നവന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ സംശയം. കാരണം കൃഷ്ണനും ദുലാരിയും എന്ന അമ്മായിപ്പനെയും അമ്മായിമ്മയും അവരുടെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവരെ അറസ്റ്റ് ചെയ്തു. ഇതിനകത്ത് FIR-നകത്ത് 302 IPC അല്ലെങ്കിൽ BNS 103 വകുപ്പ് പ്രകാരവും
കോൺസ്പിറസി ഉണ്ട് ഇതിനകത്ത്. 120B പഴയ IPC, 3 ബ്രാക്കറ്റിനകത്ത് 5 ഇപ്പോഴത്തെ BNS. അതുകൊണ്ട് കൊലപാതകത്തിന് തന്നെയാണ് അമ്മായിമ്മയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നതാണ് മറ്റ് 2 പേര് കൊണ്ട് ഡിസ്പോസ് ചെയ്ത് കളയാൻ. യഥാർത്ഥ ആരാണ് അമ്മായിമ്മയും കഴുത്തിന് കയറിട്ട് മുറുക്കി കൊന്നു എന്നാണ് വരുന്നതെങ്കിലും അവരുടെ ബ്ലീഡിങ് മൂക്കിക്കൂടെയും ചെവിക്കൂടെ ഉള്ളത് തലക്കിട്ട് ഏതെങ്കിലും അടിയുണ്ടായോ എന്നും സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ആൾക്കാർ വേറെ ഉണ്ടോ, ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള പോലീസ് അന്വേഷിക്കുകയാണ്. ഏതായാലും ഇപ്പം അമ്മായിമ്മയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ തെളിവുകൾ ഇതിനകത്ത് ലഭിക്കണം. എവിടെ വെച്ചാണ്? വീട്ടിൽ വെച്ച് തന്നെ ആയിരിക്കണം കൊലപാതകം എന്നാണ് കരുതുന്നത്. മാനാഭിമാനത്തോടെ ജീവിക്കുന്ന കുടുംബത്തിൽ ഇതുപോലെയുള്ളൊരു പെൺകുട്ടി അവർ വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങിപ്പോയതിൻ്റെ അവരുടെ മാനഹാനി കൊണ്ട് തന്നെയാണ് അവർ ഈ കേസിനകത്ത് ഉൾപ്പെടാൻ കാരണം. അവർ കൊന്നു എന്ന് അവർ പറയുന്നു. മറ്റാരെ കൊണ്ടും കൊല്ലിച്ചിട്ട് അവരെ ഏറ്റെടുക്കുന്നതാണോ എന്നും പറയാനൊക്കില്ല. അഭിമാനക്ഷതമുണ്ടായ അതുകൊണ്ട് മാത്രമാണ് ആ കൊലപാതകം തന്നെ. ഈ പെൺകുട്ടി ലുധിയാനക്കാരിയല്ല. അവൾ UP അവിടുത്തെ ലക്നോയ്ക്ക് അടുത്ത് താമസിക്കുന്ന പെൺകുട്ടിയാണ്. ഇവിടെ കല്യാണം കഴിച്ച് വന്ന കുട്ടിയാണ്. ഏതായാലും ഇതുപോലെയുള്ള വഴിവിട്ട ജീവിതങ്ങൾ പലതും നമുക്ക് പലർക്കും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒന്നെങ്കിൽ ആ വീട്ടിൽ ഡൈവേഴ്സ് ചെയ്ത് പോയി വേറെ എവിടെയെങ്കിലും കല്യാണം കഴിക്കുക. ഒരു വീട്ടിൽ നിന്ന് ഇതുപോലെയുള്ള കുൽസിത പ്രവർത്തികൾ ചെയ്താൽ വീട്ടുകാർ അംഗീകരിക്കുകയില്ല. ഒന്നെങ്കിൽ വീട്ടുകാരുടെ മരണം, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ മരണം. ആരെങ്കിലും ഒരാൾ തീർച്ചയായിട്ടും കൊല്ലപ്പെടും. അങ്ങനെയാണ് നമ്മൾ കേരളത്തിലും ഇന്ത്യയിലെ പല വീടുകളിൽ കാണുന്നത്. ഇവിടെ അത് തന്നെ സംഭവിച്ചു. അമ്മായിമ്മയും കൂടി മരുമകളെ കൊന്നു. അവർക്ക് നാണക്കേട് ഉണ്ടാക്കിയ മരുമകൾ ഇനി വീട്ടിൽ വേണ്ട. അവർ രഹസ്യമായി ഡിസ്പോസ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത്. അതും വിഫലമായി. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരും എന്നാണ് കരുതുന്നത്.